ശുഭരാത്രി, സുഖനിദ്ര. ഇന്ന് ഒരച്ഛന്റെയും മകന്റെയും കഥ പറയാം. നേരിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്നവർ തന്നെ തെറ്റിന്റെ വഴിയെ സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്നതിന്റെ നേർസാക്ഷ്യം ഒരു ചെറിയ സംഭവത്തിലൂടെ സൂചിപ്പിക്കാം. വീട്ടിലെ പതിവ് സന്ദർശകന്റെ ശല്യം സഹിക്കാതെ വന്നപ്പോ ആ അച്ഛൻ അവനോട് പറഞ്ഞു, ഇന്ന് അയാൾ വരുമ്പോ അച്ഛൻ ഇവിടെ ഇല്ല എന്ന് പറയുന്നു. അന്നും പതിവ് സമയത്ത് തന്നെ അയാൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന മകൻ പറഞ്ഞു, അച്ഛൻ ഇവിടെയുണ്ട്. അവൻ അയാളെയും കൂട്ടി അച്ഛന്റെ അടുത്ത്. ദേഷ്യം കൊണ്ട് അച്ഛന്റെ കണ്ണുകൾ ചുവന്നത് കണ്ടെങ്കിലും മകൻ അത് കാര്യമാക്കിയില്ല. സന്ദർശകൻ പോയപ്പോ മകനെ വടിയെടുത്ത് തല്ലാൻ ഒരുങ്ങിക്കൊണ്ട് അച്ഛൻ അവനോട് ചോദിച്ചു, നീ എന്താണ് ഞാൻ പറഞ്ഞത് അനുസരിക്കാതിരുന്നത്? അപ്പൊ മകൻ പറഞ്ഞു, ഞാൻ അച്ഛനെ അനുസരിക്കുകയാണ് ചെയ്തത്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, എന്ത് സംഭവിച്ചാലും സത്യം മാത്രമേ പറയാവൂ. ഞാനത് അനുസരിക്കുക മാത്രമാണ് ചെയ്തത്. പ്രാവർത്തികമാക്കപ്പെടുന്ന മൂല്യങ്ങൾക്കാണ് പ്രാസംഗിക്കപ്പെടുന്ന മൂല്യങ്ങളെക്കാൾ കർമ്മശേഷി എന്ന് നമ്മൾ ഓർക്കണം. വാക്കിലും പ്രവൃത്തിയിലും കാണുന്ന വൈരുദ്ധ്യമാണ് കാഴ്ചക്കാരിൽ ചിന്താക്കുഴപ്പം ഒരുപാടുണ്ടാക്കുക, പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറ. പാഠപുസ്തകങ്ങളിലും സാരോപദേശ കഥകളിലും കാണുന്ന ഒരു സത്കർമ്മവും ചുറ്റിലും കാണാൻ കഴിയുന്നില്ലെങ്കിൽ അവർ ഏത് അനുകരിക്കും? ധാർമ്മിക ബോധവും നല്ല ശീലങ്ങളും പഠിപ്പിക്കാൻ പുസ്തകങ്ങൾ രചിച്ച് പരീക്ഷ എഴുതിക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. വളരുന്ന ചുറ്റുപാടുകളിൽ അവ നേരിട്ട് കാണുന്നതിനും ശീലമാക്കുന്നതിനും സാഹചര്യമൊരുക്കിയാൽ മതി. എങ്ങനെ സത്യസന്ധരാകാം എന്ന ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ മുഴുവൻ മാർക്കും ലഭിക്കാൻ വേണ്ടി കോപ്പി അടിക്കേണ്ടി വരുന്നതാണ് യഥാർത്ഥ മൂല്യശോഷണം എന്ന് പഠിക്കണം. വളർത്തുന്നവരിൽ നിന്നാണ് വളരുന്നവർക്ക് വേണ്ട പോഷണവും മാതൃകയും ലഭിക്കേണ്ടത്. കേട്ടുപഠിക്കുന്നതിനേക്കാൾ കണ്ടുപഠിക്കലാണ് ഏറ്റവും പ്രധാനം. കള്ളം പറയുന്നത് കർശനമായി വിലക്കുന്നവർ തന്നെ കള്ളം പറയാൻ പ്രേരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുർമാതൃകയ്ക്ക് ദുർഗുണ പരിഹാര പാഠശാല പോരാ. നേരിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്നവർ തന്നെ തെറ്റിന്റെ വഴിയെ സഞ്ചരിച്ചാൽ പിൻഗാമികൾ ഏത് പിന്തുടരണം എന്ന് തീരുമാനിക്കണം. അവരെയോ അവർ നൽകുന്ന പാഠങ്ങളെയോ പാഠമാക്കാൻ കഴിയാത്തതാണ് പാഠങ്ങൾ പഠിപ്പിക്കുന്നവരുടെ ദുര്യോഗം. നമ്മളെ നയിക്കുന്ന രാഷ്ട്രീയക്കാർ, നമ്മുടെ മന്ത്രിമാർ, ഇവരെല്ലാം കള്ളത്തരത്തിന്റെ വഴിയെ പോയാൽ നമ്മുടെ അവസ്ഥ എന്താകും? ചിന്തിച്ചു നോക്കണം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.